Watch India's largest kids library only on Jio Hotstar. Download the app now. നഗരത്തിൽ ദിവസം കൂടുന്തോറും ക്രൈം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കള്ളന്മാരെ പിടിച്ചകത്താക്കാൻ ഞാനൊരു പുതിയ ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ തന്നെ ഒരു കള്ളനായി വേഷമിട്ട് ആ കള്ളന്മാരെ പിടിക്കാൻ പോവാണ്. നിങ്ങളൊരു ടോപ്പ് ആണല്ലോ, ഹിന്ദുസ്ഥാന്റെ ഹോപ്പ് ആണല്ലോ. Yes sir, you are great sir, but born little late sir. താങ്ക് യു കോൺസ്റ്റബിൾസ്. ഈ മിഷനിൽ രാവും പകലും നിങ്ങളും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് മുള്ളിനെ മുള്ളോണ്ട് എടുക്കുന്നത് പോലെ കള്ളനെ പിടിക്കാൻ നമ്മളും കള്ളനായി മാറണം. നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം. ഫുർഫുറി നഗരത്തിൽ ആകമാനം കള്ളന്മാരുടെ ആറാട്ടാണ്. ഇവരെ പിടിക്കുവാൻ പോലീസ് ഒരുപാട് ബുദ്ധിമുട്ടുന്നു. പത്ലു, പാവം ചിങ്കം സാർ ഒറ്റയ്ക്കാണ് കള്ളന്മാരെ പിടിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് നമ്മളും ചെന്ന് അയാളെ ഒന്ന് സഹായിക്കണം. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്ലു നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. നമുക്കും അതുപോലെ കള്ളന്മാരുടെ ഗെറ്റപ്പിൽ പുറത്തു പോയാൽ എന്താ? ആരും നമ്മളെ കണ്ട മനസ്സിലാക്കൂല്ല. കള്ളനെ കണ്ടാൽ ഉടൻ തന്നെ നമുക്ക് പിടിക്കുകയും ചെയ്യാം. പത്ലു, അടിപൊളി ഐഡിയ ആണല്ലോ. വരൂ, എന്നാ പിന്നെ നമുക്ക് റെഡി ആവാമേ. അത് ശരി, ദാ വന്നല്ലോ. അതോ അതാ അവൻ. ഏയ്, ഇന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മോട്ടു, ആ കള്ളൻ രക്ഷപ്പെട്ടിട്ട് എങ്ങോട്ട് ഓടാനാ? അവൻ തിരിച്ചു വന്നില്ലേ പറ്റൂ. വരൂ. ഓഹോ, ഇതെന്താ പുതിയ പരിപാടി? എന്റെ ഏരിയയിൽ ഞാൻ അറിയാതെ ഒരു കള്ളനോ? ഇത് ശരിയാവൂന്ന് തോന്നുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ആ കള്ളനെ പിടിക്കാൻ നോക്കിയപ്പോ അറിയില്ലല്ലോ അവൻ എങ്ങോട്ടാ പോയതെന്ന്. ഓഹോ, അപ്പൊ ഇവന്മാര് ബോട്ടും പത്രവും ആയിരുന്നു അല്ലേ? കള്ളന്മാരുടെ വേഷം അടിച്ച് കള്ളനെ പിടിക്കാൻ വന്നിരിക്കുക ഇവര്. പക്ഷെ ഓടിപ്പോയ കള്ളൻ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. എന്താ ആ രണ്ട് കള്ളന്മാരും എന്നെ ഇടിച്ച് പപ്പടാക്കിയല്ലോ. അതെ സാർ, ഈ സാറിന്റെ കള്ളനായിട്ട് കള്ളനെ പിടിക്കാനുള്ള ഐഡിയ ഒരു പുലിവാലാകുകയാണല്ലോ. നോ 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 കോൺസ്റ്റബിൾസ്, ഞാൻ തോൽവി ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ പോവാണ്. കുംഫും കരാട്ടയും ചെയ്ത് ഞാൻ ആ കള്ളന്മാരെ കീഴ്പ്പെടുത്തിരിക്കും. കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണല്ലേ? നിങ്ങളും ബോട്ടും പത്തലും പിന്നെ ചിങ്കം സാറും ആണല്ലേ? വേഷം മാറി വന്നിരിക്കുകയാണ് അല്ലേ? കുത്തിത്തിരിപ്പുണ്ടാക്കലാണ് ഇവന്മാരുടെ പരിപാടി. രണ്ട് പൂച്ചകൾ തമ്മിൽ അടിയുണ്ടായാൽ കുരങ്ങനായിരിക്കും റൊട്ടി കഴിക്കുന്നത്. ഇപ്പൊ ഞാനും ആ കുരങ്ങനെ പോലെ ചെയ്യാൻ പോവാ. ഇവന്മാര് രണ്ടുപേരും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഫുർഫുറി നഗരം കൊള്ളയടിക്കുക. ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ രണ്ടുപേരെയും പറ്റിക്കുന്ന കള്ളൻ ഫുർഫുറി നഗരത്തിന്റെ ബാങ്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഗതി അറിയിച്ചതിൽ വളരെ നന്ദി വലിയേട്ടാ. പക്ഷെ നിങ്ങൾ ആരാണ്? നിങ്ങളുടെ അഭ്യുദയകാംക്ഷി. ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ കള്ളൻ നിങ്ങൾ രണ്ടുപേരെയും പറ്റിച്ചിട്ട് ഫുർഫുറി നഗരത്തിന്റെ ബാങ്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മോ, നന്ദിയുണ്ട്. പക്ഷെ നിങ്ങൾ ആരാണ്? അഭ്യുദയകാംക്ഷി. ഇൻസ്പെക്ടർ ചിങ്കം. ഇത്തവണ കള്ളൻ ചിങ്കത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ഒരു നല്ല മനസ്സുള്ള അജ്ഞാതൻ എനിക്ക് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറ, അല്ല ആരെങ്കിലും കേൾക്കും. സോറി, വരൂ നമുക്ക് പോകാം. അവന്മാരെ പിടിക്കണം. ഡോഗി, ആ മൂലക്കാരൻ പോയി കിടക്കണേ. ഇവന്മാരൊക്കെ എന്ത് കള്ളന്മാരാണേ? ഒരുത്തൻ കണ്ടുപിടിക്കുന്നേ ഇല്ലല്ലോ. ബോസ്, നിങ്ങളതിന് റൊട്ടി കൊടുത്തു, പക്ഷേ അവർക്ക് ആ റൊട്ടി കാണാൻ പോലും പറ്റിയില്ല. ആരാ തന്നെ തല്ലിയത്? മുന്നേ നിൽക്കുന്നവരല്ലേ അവനെ എന്നെ തല്ലിയേ. ശരി, നമുക്ക് അവരെ ശരിയാക്കാം. ഫ്രണ്ട്സ്, ഗെറ്റ് റെഡി. ചുമ്മാ കുണുകുണാന്ന് സംസാരിച്ചോണ്ടിരിക്കാതെ. ഇവൻ അങ്ങനെ ശരിയാവുന്ന ലക്ഷണം കാണുന്നില്ല. വാ, നമുക്ക് കടിക്കാം.
രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. നമ്പർ 1 നമ്പർ 2 നിങ്ങൾ എവിടെ പോയി കിടക്കുവാണ് കണിയന്മാരെ? ഈ ഡോഗിസിന്റെ അടുത്ത് തന്നെ രക്ഷിക്കുക, രക്ഷിക്കുക. എവിടെ അവൻ, എവിടെ അവൻ? പത്തുലു ദേ നിൽക്കുന്നു. 2 കള്ളന്മാരും വീണ്ടും എത്തിയോ? നീ എന്റെ കൂട്ടുകാരനെ തല്ലിയല്ലേ? വേണ്ട, ഏയ്! വേണ്ട. മതി മതി, ഒന്ന് നിർത്ത്. എത്ര വെച്ചിട്ട് അങ്ങനെ തല്ല? എനിക്ക് വേദനിക്കുന്നുണ്ട്. നിർത്ത് മോട്ടു. ശബ്ദം കേൾക്കുമ്പോ ചിങ്കം സാറിനെ പോലെയുണ്ട്. നീ ആരാടാ? ചിങ്കം സാറിന് ഏട്ടനൊന്നും ഇല്ലല്ലോ. ഒരു ചേട്ടൻ ഇൻസ്പെക്ടറാണ്, പിന്നെ ഒന്ന് കള്ളനോ? ഞാൻ ചിങ്കത്തിന്റെ സഹോദരനല്ല, ഞാൻ ചിങ്കം തന്നെയാണല്ലോ. എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ മനസ്സിലായത്? പറയൂ. ചിങ്കം സാറേ, ഇത് ഞങ്ങളാണ് മോട്ടു പത്ലു. എന്ത്? ബോട്ടു പത്രോ? നിങ്ങളെന്താ ഈ വേഷത്തിൽ? ചിങ്കം സാറേ, ഈ ഫുർഫുറി നഗരത്തിൽ കള്ളന്മാരെ കൊണ്ട് ശല്യമാണെന്ന് ഞങ്ങൾ പേപ്പറിൽ വായിച്ചു. അപ്പൊ ഞങ്ങൾ കരുതി കള്ളന്മാരെ പോലെ വേഷമിട്ട് നിങ്ങളെ സഹായിക്കാമെന്ന്. അങ്ങനെയാവുമ്പോ നമുക്ക് കള്ളനെയും പിടിക്കാനോ? എനിക്കും ഇതേ ഐഡിയ തന്നെ തോന്നിയത്. പക്ഷെ ഞാൻ പരാജയപ്പെട്ടല്ലോ. ഐ ഫെയിൽഡ്. എനിക്ക് ആരോ വിളിച്ചു പറഞ്ഞു 2 കള്ളന്മാര് ബാങ്കിന് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന്. ഫോൺ ഞങ്ങൾക്കും വന്നിരുന്നല്ലോ. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ശരിക്കുള്ള കള്ളനാണ് നമുക്ക് രണ്ടുപേർക്കും ഫോൺ ചെയ്ത് കൺഫ്യൂഷൻ ആക്കിയിരിക്കുന്നത്. എന്നിട്ട് അവൻ എവിടെ പോയി വെണ്ണ മോഷ്ടിക്കാനുള്ള പരിപാടിയാ. ഇത് വെണ്ണയോ? എവിടെയാ ഉള്ളത് വെണ്ണ? എനിക്ക് വെണ്ണയെന്ന് വെച്ചാ ഭയങ്കര ജീവനാണ്. മിണ്ടാതിരിക്കും മോട്ടു. ഏത് സമയം നോക്കിയാലും ഭക്ഷണം ഭക്ഷണം ഭക്ഷണം. എന്റെ മോട്ടു, അത് പഴഞ്ചൊല്ലാണ്. നീ വെണ്ണ തന്നില്ലേ കുഴപ്പമില്ല. പക്ഷെ നീ ഇങ്ങനെ മീശയൊക്കെ വെച്ച് എന്റെ അടുത്ത് വന്ന് എന്നെ പേടിപ്പിക്കാതെ. ഇപ്പൊ നമുക്ക് ഈ സംസാരമൊക്കെ നിർത്തിയിട്ട് ബാങ്ക് ആരാണ് കൊള്ളയടിക്കാൻ വന്നിരിക്കുന്നതെന്ന് നോക്കാം. എന്താ, അവനാണ് യഥാർത്ഥ കള്ളൻ. ഇത് ജോണാണ്. ആദ്യം തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്റെ അമ്മോ, ജോണെന്ന് ഞാൻ വെറുതെ വിടില്ല. അവൻ ബാങ്കിൽ കയറി പണം മോഷ്ടിക്കുന്നു. മാത്രമല്ല, നമ്മളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുവാണല്ലോ. Come on. ഓ, അപ്പൊ നിങ്ങൾ 2 ഇവിടെ ഒളിഞ്ഞിരിക്കുകയാണല്ലേ? സിംഹത്തിന്റെ മടയിൽ വന്ന് വെറുതെ തിരിച്ചു പോവാന്ന് കരുതിയോ നിങ്ങൾ? ഒരു കാട്ടിൽ ഒരു സിംഹം മാത്രമേ താമസിക്കാറുള്ളൂ. അതുപോലെ ഫുർഫുറി നഗരത്തിലെ സിംഹം ഈ ഞാനാണ്. ഇന്ന് ഞാൻ മനസ്സിലാക്കി തരാം ആരാണ് സിംഹമെന്ന്, ആരാണ് പൂച്ചയെന്ന്. അങ്ങനെയാണോ? അപ്പൊ നീ ഒറ്റയ്ക്കല്ലേ വന്നത്? നിന്റെ കൂടെ നിന്റെ കൂട്ടുകാരെയും കൊണ്ടുവന്നിട്ടുണ്ടോ? അതിനിപ്പോ എന്താ പത്തുലു? ഇപ്പൊ ഞാൻ അവനെ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? ഇടിക്കരുത്, ഇടിക്കരുത്. ഏയ്! എന്റെ അമ്മോ, ഇവൻ എന്റെ കൂട്ടുകാരനല്ല, നിങ്ങളുടെ കൂട്ടുകാരനാ ഇവൻ. ഇവൻ കാരണം ഞാൻ വെറുതെ തല്ലുകൊണ്ടു. എന്നാ പിടിച്ചോ. ഇല്ല, ഇവൻ നിങ്ങളുടെ കൂട്ടുകാരനാണ്. എന്നാ പിടിച്ചോ നിങ്ങളുടെ കൂട്ടുകാരനെ. എന്നാ പിന്നെ നീ എന്റെ കൂട്ടുകാരനാ? ഈ മാച്ച് ഒന്ന് നിർത്ത്. ഞാൻ ആരുടെയും ഫ്രണ്ട് അല്ല. എന്നെ വിട്ടേക്ക്. ഞാൻ ആരുടെയും ഫ്രണ്ട് അല്ല. ഞാൻ ജോൺ ദി ഡോണാണ്. എനിക്കെല്ലാം
എല്ലാം മനസ്സിലായി. മോട്ടു, പത്ലു, ചിങ്കം സാറേ, നിങ്ങൾ 3 പേരും ഒത്തോണ്ടുള്ള കളിയായിരുന്നു പറഞ്ഞത് അല്ലേ? ശരിയാണ്. ജോൺ, ഇത് ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിള്. ജോണ ഇപ്പൊ പറ, ഇനി ഞങ്ങളെ ഇങ്ങനെ തെറ്റിക്കോ നീ? ഇല്ല ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുകയേ ഇല്ല. എന്റെ പൊന്നു ചിങ്കം സാറ്, എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യാമോ? നമ്പർ 1, നമ്പർ 2 എനിക്കുള്ള മരുന്ന് കൊണ്ടുമാണ്. എങ്ങോട്ടാ നിങ്ങൾ എസ്കേപ്പ് ആവുന്നത്? ബോസ് ബോസ് ദാ ഇതാ പിടിച്ചോ. എന്നെ വിട്ട് നീ എസ്കേപ്പ് ആവല്ലടാ. Watch India's largest kids library only on Geo Hotstar. Download the app now.